ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ടിലത്തെ ഈ ഡോറിൻ്റെ ഈ മെക്കാനിസവും പിന്നെ നമ്മുടെ ഡിക്കിയുടെ ഡോറിൻ്റെ മെക്കാനിസമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. നമുക്ക് ആദ്യം രണ്ട് ചെറിയ ആണി വേണം. എന്നിട്ട് ഇങ്ങനത്തെ ഒരു പീസ് നമുക്ക് ഉണ്ടാക്കിയിട്ട് അത് ഈ ഡോറിൻ്റെ ഇവിടെ ആയിട്ട് ഈ ഭാഗത്തായിട്ട് ഒട്ടിച്ചിട്ട് ഈ ആണി അങ്ങോട്ട് കയറ്റി വരണം. പിന്നെ ഇത് ഇവിടെ അങ്ങനത്തെ ഒരു പീസ് ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് നമുക്ക് ഈ ഡോർ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് ഡോറിൻ്റെ ഈ മേലിലായിട്ടും ഈ ഒരു ഭാഗമായിട്ട് വേണം ഈ ഡോറ് വെച്ചിട്ട്. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഈ ഡോറ് നമ്മളെ അകത്തേക്ക് കയറ്റി ഇങ്ങനെ വെറുതെ ഒന്ന് വെച്ചിട്ട് ഇതിൻ്റെ സെയിം അളവ് കറക്റ്റായിരിക്കണം. ഈ ആണി ഇങ്ങനെ ഇപ്പുറത്തെ ഇവിടെ ഒരു അങ്ങനത്തെ പീസ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ആണി കയറ്റിയിട്ട് താഴത്തെ പീസ് വരെ കയറ്റണം. എന്നിട്ടാണെങ്കിൽ ഈ ഒരു പീസിൽ മറ്റേ ചെറിയ ആണി വെച്ചിട്ട് നമ്മൾ നേരെ അടിയിലത്തേക്ക് കറക്റ്റായിട്ടുള്ള ഇതിൽ ഇവിടെ ഈ ലോക്ക് ഇങ്ങനെ ആണി വെച്ചിട്ട് എന്നിട്ട് താഴത്തെ അതിലും ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ താഴത്തെ ആണി ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഡോറിൻ്റെ അകത്തേക്കുള്ള മെക്കാനിസം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡോറ് വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, നല്ല സിമ്പിളായിട്ട് സ്മൂത്തായിട്ട് ഈ ഡോർ ഒരിക്കലും പോകത്തില്ല. നമ്മൾ ഫ്രഷ് കുക്ക് വെച്ച് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ആണി അങ്ങനെ പോകത്തില്ല. പിന്നെ താഴത്തേക്ക് ബേസിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഉണ്ടാവും എത്ര വലിച്ചു വേണമെങ്കിൽ അടയ്ക്കാം. അപ്പം ഇങ്ങനത്തെ ഒരു മോഡലിലാണ് നമ്മൾ പുറത്തെ ഇടുക്കിയിലെ നമ്മൾ ചെയ്യണത്. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനത്തെ 3 പീസ് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ പുറയിൽ വെക്കാൻ വേണ്ടി നമ്മളിത് ഇങ്ങനെ ഒരു ഇതുണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് കൂട്ടി 2 എണ്ണം ഉണ്ടാക്കണം. ഇവിടെ ഒരു പീസ് കയറ്റി ഇവിടെ ഒരു പീസ് വെച്ച് അതിൻ്റെ അകത്തേക്കൂടെ ആണി കയറ്റിയിട്ട് ഇവിടെ കുറച്ച് ഗ്യാപ്പ് വേണം. പിന്നെ ഇവിടെ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ മിനിയേച്ചറിൽ ഇനി എന്തെങ്കിലും വെക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടാൽ മതി. എല്ലാ കമൻറ്റും നമ്മൾ അതിൻ്റെ റിപ്ലൈ തന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി ഇത്രയും പണിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടില്ല. കാരണം നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പണിഞ്ഞിട്ട് വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ ഇടാൻ നമ്മൾ നോക്കാം. മാക്സിമം സമയം കിട്ടുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ വെച്ച പോലത്തെ ഒരു പീസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വെച്ച് നോക്കാം. ഗൈസ്, ഡിക്കി ഒട്ടി. അപ്പോൾ ഗൈസ്, ഡിക്കി നമ്മൾ അറിയാതെ നമ്മൾ പശു ഇങ്ങനെ പോയി ഇപ്പോൾ ഒട്ടിയിരിക്കുകയാണ്. നമുക്ക് കുറച്ച് കണ്ടിച്ച് ഇങ്ങനെ അപ്പോൾ ഗൈസ്, നമ്മുടെ ഡിക്കി സെറ്റായിട്ടുണ്ട്. ഇതുകൊണ്ടാണ് കുറച്ച് ടൈറ്റ് ഉണ്ട്. അതിന് ഫ്ലെക്സ് കുക്ക് ഇവിടെ കുറച്ച് വേണമായിരുന്നു. അത് നമുക്ക് സാൻഡ് പേപ്പർ വെച്ചൊന്ന് സാൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഡിക്കി സെറ്റായിട്ടുണ്ട്. ഇത് നമുക്കിവിടെ ചെറിയ ഹാൻഡിലും വേണമെങ്കിൽ വെക്കണം. അല്ലെങ്കിലാണ് അവിടെ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് സൗണ്ടൊക്കെയാണ് അതിന്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫ്രണ്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് ബാക്ക് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്.
ആ ഡിക്കി നമ്മൾ തുറക്കുമെന്ന് നോക്കാം. ആ ഡിക്കിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറകെ പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ബാക്ക് ഒടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാക്ക്. അത്ര ഫിനിഷിംഗ് ഒന്നുമില്ല. എനിക്ക് ഇവിടെയൊക്കെ വെക്കാനൊക്കെ നമ്മൾ ചിലപ്പോൾ വെക്കും. നമ്മൾ ഒട്ടിച്ചത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പോൾ ഇത്ര വണ്ടി പണിഞ്ഞിട്ടുണ്ട്. ബാക്ക്, ഫ്രണ്ടൊക്കെ നമ്മൾ നേരത്തെ ഡോറും പണിഞ്ഞ്, ക്യാബിൻ വരെ നമ്മൾ പണിഞ്ഞ്, ക്യാബിൻ സൈഡ് ഫ്രണ്ട് ഇപ്പോഴത്തെ സൈഡ് ബാക്ക് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ബ്രേക്ക് ലൈറ്റൊക്കെ ചിലപ്പോൾ വെക്കും. നമ്മൾ തുറക്കണ രീതിയിലുള്ള ഡിക്കി. അപ്പം ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ഒട്ടിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിനകത്ത് നിങ്ങൾ അടിച്ചു വിട്ടാൽ മതി. നമ്മളത് നോക്കി സെറ്റ് ആകണം. പിന്നെ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ അമർത്തിയാലാണ് നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. ബൈ.